നാം ഒക്കെ നമ്മുടെ വീട്ടിൽ ആ വീട്ടിലേക്ക് കയറുന്നവരാണ്. കാരണം വീട്ടിൽ നിന്ന് പുറത്തു പോയി കഴിഞ്ഞാൽ വ്യത്യസ്ത ആവശ്യങ്ങൾക്ക് നമ്മൾ വീട്ടിൽ നിന്ന് പുറത്തേക്ക് പോകും. അതിനുശേഷം നമ്മൾ വീട്ടിലേക്ക് കയറുമ്പോൾ മഹാഭൂരിപക്ഷം ആളുകളും വീട്ടിലേക്ക് കയറുമ്പോൾ സലാം പറയാറില്ല. പലപ്പോഴും മറ്റുള്ളവരുടെ വീട്ടിലേക്ക് പോകുമ്പോൾ സലാം പറയുന്ന ആളുകൾ സ്വന്തം വീട്ടിലേക്ക് കയറുമ്പോൾ സലാം പറയാറില്ല. കാരണം ഭാര്യയ്ക്ക് സലാം പറയുക, മക്കൾക്ക് സലാം പറയുക, മാതാപിതാക്കൾക്ക് സലാം പറയുക, അതൊക്കെ എന്തോ ഒരു കുറച്ചിലുള്ള ഒരു കാര്യമായി, ഒരു ഹയാഇൻ്റെ ഒരു ലജ്ജയുള്ള കാര്യമായി പലരും കരുതുന്നു. എന്നാൽ അങ്ങനെ സലാം പറയാതിരിക്കുന്നതിലൂടെ നമ്മൾ നഷ്ടപ്പെടുത്തുന്നത് വളരെ വലിയ നന്മകളാണ്. നിങ്ങൾ നോക്കൂ, പരിശുദ്ധ ഖുർആനിലെ സൂറത്തുൻ നൂറിലെ 61-ാമത്തെ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, ഫഇദാ ദഖൽതും ബുയൂതൻ, നിങ്ങൾ വീടുകളിലേക്ക് പ്രവേശിക്കുമ്പോൾ, അത് ഏത് വീടാകട്ടെ, നമ്മുടെ വീടാണെങ്കിലും ശരി, മറ്റുള്ളവരുടെ വീട് ആണെങ്കിലും ശരി, ഫഇദാ ദഖൽതും ബുയൂതൻ, നിങ്ങൾ വീടുകളിലേക്ക് കയറിയാൽ ഫസല്ലിമു അലാ അൻഫുസിക്കും, നിങ്ങൾ നിങ്ങളുടെ മേൽ സലാം പറയുക. ഇവിടെ നിങ്ങളുടെ മേലെന്ന് പറഞ്ഞാൽ നാം ഈ പറയുന്ന സലാം പറയുന്ന ആൾക്കും അതിൻ്റെ ഖൈർ ലഭിക്കുന്നതാണ്. അതേപോലെ തന്നെ ആ വീട്ടിലുള്ളവർക്കും. പിന്നെ സത്യവിശ്വാസികൾ ഒരൊറ്റ നഫ്സ് പോലെയാണല്ലോ, എല്ലാവരും ഏകോദര സഹോദരങ്ങളുമാണ്. അതുകൊണ്ടാണ് ഇവിടെ നിങ്ങൾക്ക് തന്നെ സലാം പറയുക എന്ന് പറഞ്ഞാൽ, ഒരു വിശ്വാസി മറ്റൊരു വിശ്വാസിക്ക് സലാം പറഞ്ഞാൽ അത് മൊത്തത്തിൽ ആ സമൂഹത്തിന് ഒന്നടങ്കം ലഭിക്കുന്ന ഖൈറിൽപ്പെട്ടതാണ്. അതുകൊണ്ടാണ് ഇവിടെ പ്രത്യേകം അങ്ങനെ പറഞ്ഞത്, ഫസല്ലിമു അലാ അൻഫുസിക്കും, നിങ്ങൾ നിങ്ങളുടെ മേൽ സലാം പറയുക. കാരണം വിശ്വാസികളെല്ലാം ഒന്നാണ്. ആ സലാമിൻ്റെ പ്രത്യേകത എന്താണ്? തഹിയ്യത്തൻ മിൻ ഇൻദില്ലാ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അടുക്കൽ നിന്നുള്ള അഭിവാദ്യമാകുന്നു അത്. നോക്കൂ നിങ്ങൾ, അഭിവാദ്യ വാക്കുകൾ, വാചകങ്ങൾ എമ്പാടുമുണ്ട്, പല ഭാഷയിലും പല രൂപത്തിലുമുണ്ട്. എന്നാൽ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു എന്ന ഇസ്ലാമിലെ തഹിയ്യത്ത്, ഇസ്ലാമിൻ്റെ അഭിവാദ്യം എന്ന് പറയുന്നത്, അതിൻ്റെ പ്രത്യേകത അത് അല്ലാഹു സുബ്ഹാനഹു വ തആലയിൽ നിന്നുള്ളതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ചതാണ്. അത് മലക്കുകളുടെ അഭിവാദ്യ വാക്കുകളാണ്, സ്വർഗവാസികളുടെ അഭിവാദ്യ വാചകങ്ങളാണ്. മാത്രമല്ല അസ്സലാം എന്നുള്ളത് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ പേരുകളിൽപ്പെട്ട ഒരു പേരുമാണ്. അതുകൊണ്ടാണ് സലാമിനെക്കുറിച്ച് പറഞ്ഞിടത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത് തഹിയ്യത്തൻ മിൻ ഇൻദില്ലാ, അള്ളാഹുവിൻ്റെ അടുക്കൽ നിന്നുള്ള അഭിവാദ്യമാണത്. അപ്പോൾ അതിൻ്റെ മഹത്വം എത്രയായിരിക്കും? മാത്രമല്ല മുബാറകത്തൻ, അത് അനുഗ്രഹീതമായ ഒരു അഭിവാദ്യമാണ്. അതിൽ ബറക്കത്തുകളുണ്ട്. ഇത് പറയുന്ന ആൾക്കും കേൾക്കുന്ന ആൾക്കും ബറക്കത്ത് ലഭിക്കും, ആ വീട്ടിലുള്ളവർക്ക് ബറക്കത്ത് ലഭിക്കും. സലാം വ്യാപിപ്പിക്കുന്നതിലൂടെ വീട്ടിലും നാട്ടിലും സമാധാനവും ശാന്തിയും ബറക്കത്തും ഉണ്ടാകും. അതുകൊണ്ടാണ് ഇസ്ലാം സലാം വ്യാപിപ്പിക്കുവാൻ പ്രത്യേകമായി പ്രോത്സാഹിപ്പിക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സലാം വ്യാപിപ്പിക്കുവാനും അത് പ്രചരിപ്പിക്കുവാനും അതിൽ ധാരാളം ഖൈറുകളുണ്ട് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നമുക്ക് മറ്റൊരു ദർസിൽ സംസാരിക്കാം. അപ്പോൾ ചുരുക്കത്തിൽ അനുഗ്രഹീതമാണ് ഈ അഭിവാദ്യം, ധാരാളം ബറക്കത്തുകൾ അതിലുണ്ട്. മാത്രമല്ല ത്വയ്യിബത്തൻ, അത് വളരെ നല്ല ഒരു വാക്കുമാണ്, അനുഗ്രഹീതമാണ്. ത്വയ്യിബത്തൻ, നന്മ നിറഞ്ഞതാണ്, ഖൈറുകൾ നിറഞ്ഞതാണ്. അപ്പോൾ നാം ഒരു വീട്ടിലേക്ക് കയറുമ്പോൾ, അതേത് വീടാകട്ടെ, നമ്മുടെ സ്വന്തം വീടാണെങ്കിൽ പോലും, അതാണ് അലാ അൻഫുസിക്കും, നിങ്ങളുടെ മേൽ തന്നെ. അഥവാ നമ്മുടെ വീടാണ്, നമ്മുടെ കുടുംബമാണ്, നമ്മുടെ മക്കളാണ്, അവർ നമ്മൾ തന്നെയാണ്. അപ്പോൾ നാം സലാം പറയാൻ ഒരിക്കലും ആ വിഷയത്തിൽ ഒരു ലജ്ജ കാണിക്കേണ്ടതില്ല, മടി കാണിക്കേണ്ടതില്ല. ആ സുന്നത്ത്, വളരെ പ്രധാനപ്പെട്ട ആ സുന്നത്ത് നമ്മൾ വിട്ടുപോകാൻ പാടില്ലാത്തതാണ്. അങ്ങനെ സലാം പറഞ്ഞാലുള്ള നേട്ടങ്ങൾ എന്താണ്? ആ നേട്ടങ്ങളിൽ ചിലത് ഈ ആയത്തിൽ നിന്ന് തന്നെ മനസ്സിലാക്കാൻ സാധിച്ചു. കാരണം ഈ അഭിവാദ്യം ത്വയ്യിബത്താണ്. കാരണം അത് കേൾക്കുന്ന ആളുകൾക്ക് മനസ്സിൽ സന്തോഷമുണ്ടാകും, സമാധാനമുണ്ടാകും. കാരണം അൽ കലിമു ത്വയ്യിബിൽപ്പെട്ടതാണത്, നല്ല വാക്കുകളിൽപ്പെട്ടതാണ്. നല്ല വാക്ക് ആകാശലോകത്തേക്ക് ഉയർത്തപ്പെടും. ആ നല്ല വാക്കിലൂടെ വിശ്വാസികളുടെ മനസ്സിൽ സന്തോഷമുണ്ടാകും, ആഹ്ലാദമുണ്ടാകും, പോസിറ്റീവായ ചിന്തകളുണ്ടാകും, അവരുടെ ദുഃഖങ്ങളും പ്രയാസങ്ങളും നീങ്ങും. അതേപോലെ തന്നെ മുബാറക്കത്തൻ, അതൊരു അനുഗ്രഹീതമായ വാക്കാണ്, അഭിവാദ്യമാണ്. കാരണം അതിൽ ബറക്കത്തുണ്ട്, അതൊരു ദുആ കൂടിയാണ്. അള്ളാഹുവിൻ്റെ രക്ഷയും സമാധാനവും തേടുകയാണ്. ആ ദുആക്ക് ഉത്തരം ലഭിക്കും. ആ ദുആക്ക് ഉത്തരം ലഭിച്ചാൽ ആ വീട്ടിൽ, അതേപോലെ തന്നെ ആ ആളുകൾക്കൊക്കെ ബറക്കത്തുണ്ടാകും. ഇതൊക്കെ അതിൻ്റെ ഖൈറാണ്. അതിന് പുറമെ നിങ്ങൾ നോക്കൂ, ഇമാം ഇബ്നു ഹിബ്ബാൻ റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിൻ്റെ സ്വഹീഹിൽ അബൂ ഉമാമ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഖാൽ, അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞത്, സലാസത്തുൻ കുല്ലുഹും ളാമിനുൻ അലല്ലാഹ്, 3 വിഭാഗം ആളുകൾ, ആ 3 വിഭാഗവും അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ സംരക്ഷണത്തിലായിരിക്കുമെന്നാണ്. അള്ളാഹുവിൻ്റെ സംരക്ഷണത്തിലായിരിക്കും. ആരൊക്കെയാണത്? ഇൻ ആശ റുസിഖ വ കുഫിയ,
വഖുഫിയ. ആ 3 വിഭാഗം ആളുകൾ, അവർക്ക് ഇവിടെ എത്രയാണോ ആയുസ് ലഭിക്കുന്നത് ആ ആയുസ്സിലൊക്കെ അവർക്ക് ഉപജീവനവും ലഭിക്കും, മതിയായ രൂപത്തിലുള്ള കാര്യങ്ങളൊക്കെ അള്ളാഹുവിൽ നിന്ന് അവർക്ക് ലഭിക്കും. വ ഇൻ മാത അദ്ഖലഹുല്ലാഹുൽ ജന്ന, അവർ മരണപ്പെട്ടാൽ അള്ളാഹു അവരെ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കുകയും ചെയ്യും. അപ്പോൾ 3 സ്വഭാവക്കാരായ ആളുകൾ, അവർ ഈ ദുനിയാവിൽ ജീവിക്കുന്ന കാലത്തോളം, അതാണ് ഇൻ ആഷ റുസിഖ വഖുഫിയ, ഈ ദുനിയാവിൽ ജീവിക്കുന്ന കാലത്തോളം റിസ്ഖിൽ ബറക്കത്തുണ്ടാകും, മതിയാവുന്ന തൃപ്തിപ്പെടുന്ന ഒരവസ്ഥ അവർക്ക് ജീവിതത്തിൽ ഉണ്ടാകുകയും ചെയ്യും. ഇനി അവർ മരണപ്പെട്ടാലോ അദ്ഖലഹുല്ലാഹുൽ ജന്ന, അള്ളാഹു അവരെ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കും. എല്ലാം ഖൈർ തന്നെ. ആരൊക്കെയാണത്? 1, മൻ ദഖല ബൈതഹു ഫസല്ലം, സ്വന്തം വീട്ടിലേക്ക് കയറുമ്പോൾ സലാം പറയുക. നോക്കൂ, ഒരു വിഭാഗം അതാണ്, സ്വന്തം വീട്ടിലേക്ക് കയറുമ്പോൾ സലാം പറയുന്നവരെ അള്ളാഹു സംരക്ഷിക്കും, അവർക്ക് റിസ്ഖ് നൽകും, അവർക്ക് തൃപ്തികരമായ ഒരു സാഹചര്യം അള്ളാഹു ഉണ്ടാക്കും. ഫഹുവ ളാമിനുൻ അലല്ലാഹ്, ആ വ്യക്തി അള്ളാഹുവിൻ്റെ മേൽ ലമാനുള്ള ഗ്യാരണ്ടിയുള്ള, അഥവാ അള്ളാഹു സംരക്ഷിക്കുന്നതാണ്. അതേപോലെ തന്നെ വമൻ ഖറജ ഇലൽ മസ്ജിദി, പള്ളിയിലേക്ക് നമസ്കരിക്കാൻ, ജമാഅത്ത് നമസ്കരിക്കാൻ വേണ്ടി പള്ളിയിലേക്ക് പോകുന്ന ആളുകൾ ഫഹുവ ളാമിനുൻ അലല്ലാഹ്, അവരും അള്ളാഹുവിൻ്റെ സംരക്ഷണത്തിലാണ്. വമൻ ഖറജ ഫീ സബീലില്ലാഹി ഫഹുവ ളാമിനുൻ അലല്ലാഹ്, അള്ളാഹുവിൻ്റെ മാർഗ്ഗത്തിൽ യുദ്ധത്തിന് വേണ്ടി ഇറങ്ങി പുറപ്പെടുന്ന ആളുകളും അള്ളാഹുവിൻ്റെ സംരക്ഷണത്തിലാണ്. അപ്പോൾ ആ 3 വിഭാഗത്തിൽ 1 വീട്ടിലേക്ക് കയറുമ്പോൾ സലാം പറയലാണ്. അവർക്ക് അള്ളാഹുവിൻ്റെ സംരക്ഷണം ലഭിക്കും, ഉപജീവനത്തിൽ ബറക്കത്തും ലഭിക്കും. എത്രമാത്രം വലിയ ഖൈറാണ് എന്ന് ആലോചിച്ചു നോക്കൂ. അതുകൊണ്ട് തന്നെ അനസ് ബിൻ മാലിക് റളിയല്ലാഹു തആല അൻഹു പറയുകയാണ്, ഇമാം തിർമിദി അദ്ദേഹത്തിൻ്റെ സുനനിൽ ഉദ്ധരിക്കുന്ന ഹദീസാണ്, ഖാല ലി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അള്ളാഹുവിൻ്റെ റസൂൽ എന്നോട് പറഞ്ഞു, യാ ബുനയ്യ, പൊന്നുമകനെ, ഇദാ ദഖൽത അലാ അഹ്ലിക്, നീ നിൻ്റെ വീട്ടുകാരിലേക്ക് പോകുമ്പോൾ ഫസല്ലിം, നീ അവർക്ക് സലാം പറയണം. യകൂനു ബറക്കത്തൻ അലൈക വ അലാ അഹ്ലി ബൈതിക്, അങ്ങനെ നീ സലാം പറഞ്ഞാൽ അതിൻ്റെ ബറക്കത്ത് നിനക്കുമുണ്ടാകും, നിൻ്റെ കുടുംബക്കാർക്കും ഉണ്ടാകും, ഉമ്മാക്കും ഉപ്പാക്കും അതേപോലെ തന്നെ കുടുംബത്തിലെ മറ്റു അംഗങ്ങൾക്കുമെല്ലാം തന്നെ ആ ബറക്കത്ത് ലഭിക്കുന്നതാണ്. അപ്പോൾ വീട്ടിലേക്ക് കയറുമ്പോൾ സലാം പറഞ്ഞാൽ പറഞ്ഞ ആൾക്കും ബറക്കത്ത്, കേൾക്കുന്ന ആളുകൾക്കും ബറക്കത്ത്. കാരണം നമുക്കറിയാം അസ്സലാം എന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഇസ്മാണ്. ഇസ്ലാം എന്ന് പറഞ്ഞാൽ തന്നെ സമാധാനവും ശാന്തിയുമാണ്. അസ്സലാം എന്നത് അള്ളാഹുവിൻ്റെ പേരാണ്. സുരക്ഷിതത്വവും സമാധാനവും നിർഭയത്വവും നൽകുന്നവനാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല. അതാണ് നാം അല്ലാഹുമ്മ അൻതസ്സലാം വ മിൻകസ്സലാം എന്ന് പറയുന്നത്. അള്ളാഹുവിൻ്റെ നാമം ഒരു വീട്ടിൽ ഉച്ചരിക്കപ്പെട്ടാൽ അതിൻ്റെ മറ്റൊരു പ്രത്യേകത, പിശാചുക്കൾ ആ വീട്ടിൽ നിന്ന് ഓടി അകലുമെന്നാണ്. കാരണം സ്വഹീഹായ ഹദീസിൽ വന്നിട്ടുണ്ട്, നമുക്ക് രാവിലെയും വൈകുന്നേരവും ചൊല്ലാനുള്ള ദിക്റിൽ തന്നെ അതിൻ്റെ ആശയമുണ്ട്. ബിസ്മില്ലാഹില്ലദീ ലാ യദുറു മഅസ്മിഹി ഷൈഉൻ ഫിൽ അർദി വലാ ഫിസ് സമാ വഹുവസ് സമീഉൽ അലീം. ബിസ്മില്ലാ, അള്ളാഹുവിൻ്റെ നാമത്തിൽ. എന്താണ് അള്ളാഹുവിൻ്റെ നാമത്തിൻ്റെ പ്രത്യേകത? അല്ലദീ ലാ യദുറു മഅസ്മിഹി, അള്ളാഹുവിൻ്റെ പേരിൻ്റെ കൂടെ ഒന്നും ഉപദ്രവിക്കുകയില്ല, ആകാശങ്ങളിലും ഭൂമിയിലുമുള്ള. അപ്പോൾ അള്ളാഹുവിൻ്റെ ഇസ്മ എന്ന് പറഞ്ഞാൽ ഉപദ്രവങ്ങളെ നീക്കുന്ന കാര്യമാണത്. ആ ഇസ്മ ഉച്ചരിക്കപ്പെട്ടാൽ അവിടെ അതിൻ്റേതായ ഖൈറാത്തുകൾ ഉണ്ടാകും, ബറക്കാത്തുകൾ ഉണ്ടാകും. പിശാചുക്കൾ അവിടെ നിന്ന് അകലുന്നതാണ്. ആ നിലക്ക് വീട്ടിൽ ഖൈറും ബറക്കത്തും ഉണ്ടാകും. കാരണം അസ്സലാം എന്ന് പറയുമ്പോൾ അത് അള്ളാഹുവിൻ്റെ ഇസ്മുകളിൽപ്പെട്ട ഒരു ഇസ്മുമാണ്. ആ നിലക്കെല്ലാമാണ് വീട്ടിലേക്ക് കയറുമ്പോൾ സലാം പറഞ്ഞാൽ അതിൻ്റെ ബറക്കത്ത് ലഭിക്കുന്നത്. ഇനി വീട്ടിൽ ആരുമില്ല, നമ്മൾ മാത്രമാണ് വീട്ടിലുള്ളത് എങ്കിൽ പോലും സലാം പറയാം, അസ്സലാമു അലൈക്കും എന്ന് തന്നെ പറയാം. അല്ലെങ്കിൽ ചില സ്വഹാബികളിൽ നിന്നും താബിയങ്ങളിൽ നിന്നും സ്ഥിരപ്പെട്ടതുപോലെ അസ്സലാമു അലൈനാ വ അലാ ഇബാദില്ലാഹി സ്വാലിഹീൻ, ഞങ്ങളുടെ മേലും അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ സാലിഹീങ്ങളായ എല്ലാ അടിമകളുടെ മേലും അള്ളാഹുവിൻ്റെ രക്ഷയും സമാധാനവും ഉണ്ടാകട്ടെ എന്നിങ്ങനെ പറയാവുന്നതാണ്. അപ്പോൾ വീട്ടിൽ ആളുകൾ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും, ആളുകളുണ്ടെങ്കിൽ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു, അള്ളാഹുവിൻ്റെ ബറക്കത്തുകളും അള്ളാഹുവിൻ്റെ റഹ്മത്തും നിങ്ങൾക്കുണ്ടാകട്ടെ, അള്ളാഹുവിൽ നിന്നുള്ള പ്രത്യേക രക്ഷയും സമാധാനവും ഉണ്ടാകട്ടെ. വളരെ ബറക്കത്തുള്ള ഒരു പ്രാർത്ഥനയാണ്, ഒരു തഹിയ്യത്താണ്. അതിന് ഈ പറയപ്പെട്ട പോരിഷകളും നന്മകളും എല്ലാം ഉണ്ട്. ആരുമില്ലെങ്കിൽ അസ്സലാമു അലൈനാ വ അലാ ഇബാദില്ലാഹി സ്വാലിഹീൻ എന്ന് പറയാവുന്നതാണ്. അപ്പോൾ ഈ കാര്യം, ഇതിൻ്റെ ഒരു പ്രാധാന്യം മനസ്സിലാക്കി നമ്മൾ വീട്ടിലേക്ക് കയറുമ്പോൾ, സാധാരണ ആളുകൾ വീട്ടിലേക്ക് കയറുമ്പോൾ മറ്റു പലതും പറഞ്ഞുകൊണ്ട്, മറ്റു പല വിഷയങ്ങളും പറഞ്ഞുകൊണ്ടാണ് വീട്ടിലേക്ക് കയറുന്നത്. എന്നാൽ നമ്മൾ ബിസ്മില്ല എന്ന് പറഞ്ഞുകൊണ്ട് വീട്ടിലേക്ക് കയറണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് ബിസ്മില്ല എന്ന് പറഞ്ഞാൽ പിശാച് പിന്നെ നിങ്ങളുടെ കൂടെ വീട്ടിലേക്ക് കയറില്ല. എന്നാൽ നമ്മൾ അങ്ങാടിയിൽ നിന്നും മറ്റുമൊക്കെ വരുമ്പോൾ ബിസ്മില്ല എന്ന് പറയാതെ വീട്ടിലേക്ക് കയറിയാൽ ആ പിശാച് നമ്മളുടെ കൂടെ വീട്ടിലേക്ക് കയറുമെന്നാണ്. അപ്പോൾ വീട്ടിലേക്ക് കയറുമ്പോഴും ഭക്ഷണം കഴിക്കുമ്പോഴും വസ്ത്രം അഴിച്ചു വെക്കുമ്പോഴും ഒക്കെ ബിസ്മില്ല എന്ന് പറയണം. അതോടൊപ്പം വീട്ടിലേക്ക് കയറുമ്പോൾ ബിസ്മില്ല എന്ന് പറഞ്ഞിട്ട് അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു എന്ന് പറഞ്ഞുകൊണ്ടാണ് നമ്മൾ വീട്ടിലേക്ക് കയറേണ്ടത്. ഒരുപാട് ബറക്കത്തുകൾ ഈ ലോകത്തും പരലോകത്തും നമുക്കതിനാൽ ലഭിക്കും. നാളെ സ്വർഗ്ഗലോകത്ത് പ്രവേശിപ്പിക്കപ്പെടാൻ പോലും വീട്ടിലേക്ക് കയറുമ്പോൾ സലാം പറയൽ കാരണമായി തീരുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ വളരെ വലിയൊരു പുണ്യകർമ്മമാണത്. ഈ ഫളായിലുകൾ ഒരിക്കലും നമ്മൾ നഷ്ടപ്പെടുത്തരുത്.